1 ദിനവൃത്താന്തം 19 അധ്യായം. അതിൻ്റെ ശേഷം അമ്മോന്യരുടെ രാജാവായ നാഹാഷ് മരിച്ചു. അവൻ്റെ മകൻ അവന് പകരം രാജാവായി. അപ്പോൾ ദാവീദ്, നാഹാഷ് എനിക്ക് ദയ കാണിച്ചതുകൊണ്ട് അവൻ്റെ മകനായ ഹാനൂന് ഞാനും ദയ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസവാക്ക് പറവാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദാവീദിൻ്റെ ദൂതന്മാർ അമ്മോന്യരുടെ ദേശത്ത് ഹാനൂൻ്റെ അടുക്കൽ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നപ്പോൾ അമ്മോന്യ പ്രഭുക്കന്മാർ ഹാനൂനോട്, ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു നിന്റെ അടുക്കൽ ആശ്വസിപ്പിക്കുന്നവരെ അയച്ചിരിക്കുന്നത് എന്ന് നിനക്ക് തോന്നുന്നുവോ? ദേശത്തെ പരിശോധിപ്പാനും മുടിപ്പാനും ഒറ്റുനോക്കുവാനല്ലയോ അവൻ്റെ ഭൃത്യന്മാർ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഹാനൂൻ ദാവീദിൻ്റെ ഭൃത്യന്മാരെ പിടിച്ച് ക്ഷൗരം ചെയ്യിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിച്ചു കളഞ്ഞ് വിട്ടയച്ചു. ചിലർ ചെന്ന പുരുഷന്മാരുടെ വസ്തുത ദാവീദിനെ അറിയിച്ചു. അവർ ഏറ്റവും ലജ്ജിച്ചിരിക്കയാൽ അവൻ അവരെ എതിരേൽപ്പാൻ ആളയച്ചു. നിങ്ങളുടെ താടി വളരുന്നതുവരെ എരിഹോവിൽ പാർത്തിട്ട് മടങ്ങി വരുവീനെന്ന് രാജാവ് പറയിച്ചു. നിങ്ങൾ ദാവീദിന് വെറുപ്പായെന്ന് അമ്മോന്യർ കണ്ടപ്പോൾ ഹാനൂനും അമ്മോന്യരും മെസൊപ്പൊത്താമ്യയിൽ നിന്നും മഗയോട് ചേർന്ന അരാമിൽ നിന്നും സോബയിൽ നിന്നും രഥങ്ങളെയും കുതിരപ്പടയാളികളെയും 1000 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി. അവർ 32,000 രഥങ്ങളെയും മയക രാജാവിനെയും അവൻ്റെ പടജനത്തെയും കൂലിക്ക് വാങ്ങി. അവർ വന്ന് മെദബയ്ക്ക് മുന്നിൽ പാളയം ഇറങ്ങി. അമ്മോന്യരും അവരുടെ പട്ടണങ്ങളിൽ നിന്ന് വന്നുകൂടി പടയ്ക്ക് പുറപ്പെട്ടു. ദാവീദ് അത് കേട്ടപ്പോൾ യോബാവിനെയും വീരന്മാരുടെ സകല സൈന്യത്തെയും അയച്ചു. അമ്മോന്യർ പുറപ്പെട്ട് പട്ടണത്തിൻ്റെ പടുവാതുക്കൽ പടയ്ക്ക് അണിനിരന്നു. വന്ന രാജാക്കന്മാരോ തനിച്ച് വെളിമ്പ്രദേശത്തായിരുന്നു. തൻ്റെ മുമ്പിലും പിമ്പിലും പടനിരന്നിരിക്കുന്നെന്ന് കണ്ടപ്പോൾ യോബാബ് എല്ലാ ഇസ്രായേൽ വീരന്മാരിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്ത് അരാമ്യർക്കെതിരെ അണിനിരത്തി. ശേഷം പടജനത്തെ അവൻ തൻ്റെ സഹോദരനായ അബീഷായി ഏൽപ്പിച്ചു. അവർ അമ്മോന്യർക്കെതിരെ അണിനിരന്നു. പിന്നെ അവൻ, അരാമ്യർ എൻ്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം. അമ്മോന്യർ നിൻ്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ നിനക്ക് സഹായം ചെയ്യും. ധൈര്യമായിരിക്കുക. നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. യഹോവയോ തനിക്ക് ഇഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ യോബാബും കൂടെയുള്ള ജനവും അരാമ്യരോട് പടയ്ക്കെടുത്തു. അവർ അവൻ്റെ മുമ്പിൽ നിന്നോടി. അരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമ്മോന്യരും അതുപോലെ അവൻ്റെ സഹോദരനായ അബീഷായുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു. യോബാബ് യെരൂശലേമിലേക്ക് പോന്നു. തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയി എന്ന് അരാമ്യർ കണ്ടപ്പോൾ അവർ ദൂതന്മാരെ അയച്ച് നദിക്കക്കരെയുള്ള അരാമ്യരെ വരുത്തി. ഹദദേസറിൻ്റെ സേനാപതിയായ ഷോഫക്ക് അവരുടെ നായകനായിരുന്നു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രായേലിനെയും കൂട്ടി യോർദാൻ കടന്ന് അവർക്കെതിരെ ചെന്ന് അവരുടെ നേരെ അണിനിരത്തി. ദാവീദ് അരാമ്യർക്ക് നേരെ പടയ്ക്ക് അണിനിരത്തിയ ശേഷം അവർ അവനോട് പടയേറ്റ് യുദ്ധം ചെയ്തു. എന്നാൽ അരാമ്യർ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്നോടി. ദാവീദ് അരാമ്യരിൽ 7,000 തേരാളികളെയും 40,000 കാലാളുകളെയും നിഗ്രഹിച്ചു. സേനാപതിയായ ഷോഫക്കിനെയും കൊന്നുകളഞ്ഞു. ഹദദേസറിൻ്റെ ഭൃത്യന്മാർ തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയെന്ന് കണ്ടിട്ട് ദാവീദിനോട് സന്ധി ചെയ്തവന് കീഴടങ്ങി. അമ്മോന്യരെ സഹായിപ്പാൻ അരാമ്യർ പിന്നെ തുനിഞ്ഞതുമില്ല.